RSP സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷിബു ബേബിജാനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ ചർച്ചകൾ പ്രധാനമായും RSP 5 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ വെച്ചു മാറാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, ഞങ്ങൾ പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്ത് UDF നേതൃത്വത്തെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ജയസാധ്യതയുള്ള ഒരു മത്സര സാധ്യതയുള്ള സീറ്റുകൾ തന്നെ വേണം. അതല്ല എന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന ആറ്റിങ്ങലടക്കം മട്ടന്നൂരടക്കം അതിന് മാറ്റങ്ങളുണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, പാർട്ടിക്ക് 2 സംവരണ സീറ്റുകളാണുള്ളത്. ഒന്ന് കൊല്ലം ജില്ലയിലും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിലും. അതിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് സംവരണം. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തുടർന്ന് പറയുന്നത് ആറ്റിങ്ങലും മട്ടന്നൂരും മാറ്റി വേണം എന്നുള്ളൊരു ആവശ്യമാണ് RSPക്ക് ഉള്ളത്. പകരം ഏത് സീറ്റെന്നൊക്കെയുള്ള ഉഭയകക്ഷി ചർച്ചയിൽ അതിനെക്കുറിച്ച് RSPയുടെ കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിക്കും. അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. മറ്റ് ചർച്ചകൾ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഒക്കെ ആയിട്ടുണ്ട്. മറ്റ് 3 മണ്ഡലങ്ങളുണ്ട്. അല്ല, പാർട്ടിക്ക് ഇതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. അത് പ്രഖ്യാപിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രഖ്യാപിക്കുന്നത്. പാർട്ടി സെക്രട്ടറി മത്സരിക്കും. അന്തിമമായ തീരുമാനം ഇനിയും പാർട്ടി എടുക്കേണ്ടതാണ്. എന്തായാലും താങ്കൾ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് ചവറ. കഴിഞ്ഞ പ്രാവശ്യം ചില പ്രാദേശിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തത്. ഇത്തവണ അവിടെ തന്നെ മത്സരിക്കാനുള്ള സാധ്യത? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർട്ടി അറിയിച്ച ഒരു കാര്യമുള്ളൂ. മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ചവറയിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത്. എനിക്ക് ആഗ്രഹം എന്നുള്ളത് പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഇരവിപുരം. RSPയുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം. അവിടുത്തെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ട്? ചില പേരുകൾ ഉയർന്നു? ഇതുവരെ ഇരവിപുരത്തെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടിയുടെ ഒരു ഫോറവും ചർച്ച ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ആ ചർച്ചയിലേക്ക് കടക്കും. അതുവരെ വരുന്നതെല്ലാം അഭ്യൂഹങ്ങളാണ്. ഓരോരുത്തരുടെ മനോഗതി അനുസരിച്ച് പടച്ചുവിടുന്ന കാര്യങ്ങൾ മാത്രമാണ്. പാർട്ടി ഇതുവരെ ഇരവിപുരം സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു ഘടകവും. ശ്രീ NK പ്രേമചന്ദ്രൻ MPയുടെ മകൻ മത്സരിക്കുന്നൊക്കെ ആയിരുന്നല്ലോ വലിയ ചർച്ചകളിൽ. അല്ല, അതിങ്ങനെ ചില വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പോൾ വരുന്നു എന്നല്ലാതെ പാർട്ടി ഘടകങ്ങളിൽ ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. UDFൻ്റെ സാധ്യത എത്രയാണ് അതിൻ്റെ ഒരു? കാരണം 2 പ്രാവശ്യമായിട്ട് അധികാരം നഷ്ടപ്പെട്ടു പോവുകയാണ് UDFന്. അതിൻ്റെ ഒരു സാധ്യത, കാരണം ഈ രാഷ്ട്രീയവുമായി അടുത്ത് ബന്ധമുള്ള കൂടുതൽ ചർച്ചകൾ പങ്കെടുത്തിട്ടുള്ള ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ വരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണെങ്കിലും പൊതുജനത്തിൻ്റെ അഭിപ്രായം മനസ്സിലാക്കുന്നവരാണെങ്കിലും എങ്ങനെയാണ് കേരളം ചിന്തിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇനി സംശയത്തിനതീതമില്ലാത്ത സംശയം കൊണ്ട് എത്ര വിജയങ്ങളുണ്ടായാലും തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ചിട്ടും സംശയം വെച്ച് പുലർത്തിയവരുടെ അതുകൂടെ ദൂരീകരിച്ച റിസൾട്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ. അതുകൂടെ കഴിഞ്ഞതോടെ ഇനി അങ്ങനൊരു സംശയത്തിന് പോലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ചിട്ടയായ പ്രവർത്തനം UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും വേണം. അമിത വിശ്വാസത്തിലേക്ക് നയിക്കാനും പാടില്ല. UDFൻ്റെ ഘടകകക്ഷികൾ തങ്ങൾ പഴയതിന് വ്യത്യസ്തമായി വളരെയധികം അടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നേരത്തെ അകൽച്ച വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെ അല്ല, അകൽച്ച ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം കൂടുതൽ അടുത്തു. ഈ കാലയളവിൽ പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ടല്ലോ, ടീം UDF എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അത് താഴെ തട്ടിലോട്ട് പോലും പതിവിൽ നിന്ന് വ്യത്യസ്തമായ യോജിപ്പുണ്ടായി. അതിൻ്റെ ഫലമാണ് കേരളത്തിലുടനീളമുണ്ടായ വിജയം. പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ പോലൊക്കെ അവിടെ കൈവരിച്ച വിജയം ഈ ഒരു പൂർണ്ണമായ യോജിപ്പ് താഴെത്തട്ടിൽ വന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 സീറ്റ് ഒരു മാജിക്കൽ ഫിഗറാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആ ഫിഗറിൽ എത്താൻ സാധ്യതയുണ്ടോ? അല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നത് കറക്റ്റായിട്ട് വിലയിരുത്തലാണ്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, UDF ചർച്ച ചെയ്ത് ഞങ്ങളുടെയൊക്കെ അഭിപ്രായവും നിഗമനവും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തിയതല്ല. അദ്ദേഹം ഒറ്റയ്ക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു കാര്യമില്ല. രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ട് നടത്തുന്ന പ്രവചനം തന്നെയാണ്. 100 ഉറപ്പാണ് എന്നാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 100ൽ പരം സീറ്റ് കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക ബന്ധുത്വവും പരിചയവും എല്ലാം വെച്ച് വോട്ട് പോകുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബൈപോളർ ഫൈറ്റ് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ തന്നെ അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അന്നേരം അവരുടെ ഒരു തിളക്കം മങ്ങലേറ്റ് കഴിഞ്ഞു. അന്നേരം ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അത് പിണറായി വിജയനെ സഹായിക്കുന്നതിലേക്ക് എത്തും, പിണറായി വിരുദ്ധ വോട്ടുകളുടെ ഭിന്നിപ്പിലേക്ക് എത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അതിൻ്റെ ഡിക്ലൈൻ തുടങ്ങിയത്. ആ നിലയിൽ നോക്കുമ്പോൾ പിണറായി വിരുദ്ധ വോട്ടുകൾ, ഭരണവിരുദ്ധ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകും.
അത് ഈ പറഞ്ഞ ഫിഗറിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ സാധിക്കും. പലപ്പോഴും ഘടകകക്ഷികൾ പറയുന്നൊരു ചെറിയ പരാതിയായിരുന്നു കോൺഗ്രസിനകത്തെ ഐക്യമില്ലായ്മ ഘടകകക്ഷികളെ പോലും ബാധിക്കുന്നുണ്ട്, അത് പലപ്പോഴും പരാജയത്തിന് ഇടയാക്കുന്നു. ആ സാഹചര്യം മാറിയിട്ടുണ്ടോ കോൺഗ്രസ്സിൽ? ഇല്ല, ഇതിൽ രണ്ട് കാര്യമാണ്. പരാജയപ്പെടുന്നവർക്കെല്ലാം വളരെ സൗകര്യം. കോൺഗ്രസിനകത്ത് പരാജയപ്പെടുന്നവർ ഞങ്ങളുടെ മറ്റേ ഗ്രൂപ്പ് കാലുവാരി എന്ന് പറയും. ഘടകകക്ഷികൾ പരാജയപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ് കാലുവാരി എന്ന് പറയും. പക്ഷേ പഴയ കാലഘട്ടത്തിൽ ശ്രീ കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിയൊക്കെ നയിച്ചിരുന്നപ്പോൾ, കുറേ കൂടെ കീഴർ സ്വഭാവം ഉണ്ടായിരുന്നപ്പോൾ വേണമെങ്കിൽ സംഘടിതമായി വരാനൊക്കും എന്നൊക്കെ പറയുന്നത് ശരിയാണ്. അതിനുശേഷം ഏതെങ്കിലും നേതാവ് ഇറങ്ങി പരസ്യമായി പറഞ്ഞാൽ പോലും 500 വോട്ടിൽ കൂടുതൽ മാറാനൊക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ പരാജയപ്പെടുന്നവരിങ്ങനെ പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഇതങ്ങ് സ്ഥാപിക്കപ്പെട്ടു. ഈ 2021 പരാജയത്തിന് ശേഷം കോൺഗ്രസിൻ്റെ നിലനിൽപ്പാണ്, UDF നിലനിൽപ്പാണെന്നുള്ള തിരിച്ചറിവ് പ്രാദേശിക തലത്തിലേക്കുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഒന്നിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഫലവും കൂടെ വന്നപ്പോൾ, ഈ ഫലത്തിലേക്ക് നയിക്കാൻ കേരളത്തിൽ ഇങ്ങനൊരു വലിയ ചലനം ഉണ്ടാക്കാൻ ഇടയാക്കിയത് ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനിതരസാധാരണമായ ഒരു നീക്കമായിരുന്നു അത്. പിറ്റേ ദിവസം കൊല്ലത്ത് പ്രഖ്യാപിക്കുന്നു. അന്നേരം ഇത് കഴിഞ്ഞോടെ ഈ ഡൗട്ടിങ് തോമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതങ്ങ് മനസ്സിൽ പതിഞ്ഞു കൊണ്ടു കിടന്നവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടു അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്ന വയനാട് ലീഡർഷിപ്പ് സമ്മിറ്റൂടെ കഴിഞ്ഞോടെ കഴിഞ്ഞ 10-30 വർഷത്തിനിടയിൽ ദർശിച്ചിട്ടില്ലാത്ത ഒരു UDF-നെയാണ്, ഇന്റർനാഷണൽ കോൺഗ്രസിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഐക്യം കൂടി എന്നുള്ളതാണ്. അതെ, ആ ഒറ്റക്കെട്ടായിട്ടൊരു ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുന്നു എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ശബരിമല സ്വർണ്ണപ്പാളി വിവാദമാണ്. അത് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്തത്. അതുതന്നെയായിരിക്കും നിയമസഭയിൽ. അല്ല, അത് ഞങ്ങൾ ഉപയോഗിച്ചല്ലോ. കേരളത്തിൽ നമുക്ക് ചിന്തിക്കാനൊക്കെ ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള കോടാനുകോടി ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത് നിസ്സാരമായ ഒരു കാര്യമാണ്. അവിടെ തീവെട്ടിക്കൊള്ളയ്ക്ക് സമാനമായ നിലയിലേക്ക് ഉള്ള സംഭവം ഉണ്ടായി. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിയാതാണ്, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നവരറിയാതാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസനീയമല്ല. അഥവാ അങ്ങനെ ആണെങ്കിൽ പോലും ഇവർ നിയമിച്ച പൊളിറ്റിക്കൽ പൊസിഷൻസ് ആണല്ലോ ദേവസ്വം ബോർഡ്. അല്ലെ ഗവൺമെൻറ്റിനും CPM-നും റെസ്പോൺസിബിലിറ്റി ഇല്ല. ആ കളവ് പുറത്തു വന്ന്, ആ കൊള്ള പുറത്തു വന്ന്, അത് കേരളത്തിലെ ഏത് മതസ്ഥരായിക്കോട്ടെ വിശ്വാസികളായിട്ടുള്ളവരുടെ മനസ്സിൽ ഏൽപ്പിച്ച, ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഇടയിൽ ഏൽപ്പിച്ച ഒരു മുറിവുണ്ടല്ലോ, അത് പ്രതിഫലിക്കും. ഇത് ആരും ഞങ്ങൾ ഉപയോഗിക്കുന്നതല്ലോ, ജനങ്ങളുടെ മുമ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തെളിവ് വന്നിരിക്കുകയല്ലേ. അതല്ലേ സ്വാഭാവികമായി ഈ ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്ന ഘടകങ്ങൾ പ്രധാനമായി വരുന്നത്. അതിൻ്റെ വിലയിരുത്തലുണ്ടായി, അത് കൂടുതൽ ഇതായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. ആ അന്വേഷണത്തെ എങ്ങനെ കാണുന്നു? പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ യുക്തിപരമല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഞാൻ വ്യത്യസ്ത അഭിപ്രായമൊന്നും ഞാൻ പറയാൻ മുതിരുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരന് നോക്കുമ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ ആദ്യം തന്നെ പോയി തൊണ്ടി മുതൽ വീണ്ടെടുത്തു എന്ന് പറഞ്ഞു. അന്ന് പോലെ എൻ്റെ മനസ്സിൽ ആലോചിക്കുന്നത് 2018-19 നടന്ന മോഷണം, അവിടുന്ന് മാറ്റിയ സ്വർണം അവിടെ തൊണ്ടി മുതലായിട്ട് അവിടെ ഇത്രയും കാലം വെച്ചിരുന്നു. 2025 പോലീസിൽ വന്ന് എടുക്കാൻ വെച്ചിരുന്നു. ഒരു സ്വർണ്ണ വ്യാപാരിയാകുമ്പോൾ സ്വർണം വിറ്റുകെങ്കിലും കാണത്തില്ലയോ? ആ തൊണ്ടി മുതൽ എടുത്തു എന്ന് പറയുന്നത് തന്നെ യുക്തിക്ക് നിരക്കാത്ത ഒരു വാദമായിട്ടാണ് കാണാൻ സാധിച്ചത്. അതൊരു ഹഷപ്പ് ചെയ്യാൻ വേണ്ടി, കുറച്ച് തൊണ്ടി മുതലെടുത്തു അതോടെ തീർന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ എന്ന് സംശയം ഉളവാക്കുന്നതായിരുന്നു. അങ്ങനെ നിരവധി സംശയങ്ങൾ ആ കാര്യത്തിലുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ അന്വേഷണം പല സ്ഥലങ്ങളിൽ തട്ടി നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ലേ? അതാ, ഒരു ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് മുന്നോട്ട് പോകുന്നില്ല. പിന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ഈ പറഞ്ഞതുപോലെ അതീവ രഹസ്യമായൊരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചു. എന്നാൽ പെട്ടെന്ന് മാധ്യമങ്ങൾ വഴി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വാർത്ത സൃഷ്ടിക്കുന്നു. അന്നേരം ഇതെല്ലാം സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടാണോ CPM പരസ്യമായി ഒരു അറ്റാക്കിങ്ങിന് അദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും ഓരോ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്? CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ദാരിദ്ര്യമാണ് ഇങ്ങനെയുള്ള പ്രതികാര നടപടികളിലേക്ക് പോകുന്നത്. പിണറായി വിജയൻ്റെ വിജിലൻസ് തന്നെ അന്വേഷിച്ചു
തെളിവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറഞ്ഞ് ഒരിക്കൽ അത് തള്ളി രണ്ടാമത് വീണ്ടും ഒരു പരാതി വാങ്ങിച്ച് അന്വേഷിച്ച് ഇത്രയും കാലമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കത്തക്ക നിലയിലൊരു സംവിധാനം ഇല്ലെന്ന് കണ്ട് അത് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് വഴി UDFനെ ദുർബലമാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രതികാര നടപടി നരേന്ദ്രമോദി ഡൽഹിയിൽ കാണിക്കുന്നതിൻ്റെ അതേ തനി പകർപ്പാണ് ഇവിടെ ചെയ്തത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനശ്രദ്ധ തിരിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നിയമസഭയിലേക്ക് അത് ഫലം കണ്ടില്ല. നിയമസഭയിലേക്ക് പോകുമ്പോൾ അടുത്ത നരേന്ദ്രമോദിയുടെ മോഡൽ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് കാണാൻ. ഒരു ടാർഗറ്റിംഗ് ആണോ അതൊരു ഒരാളുടെ തന്നെ കേന്ദ്രീകരിച്ചു? കാരണം വേറെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, ഘടകകക്ഷി നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രി തലത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണോ ഇങ്ങനെ? അല്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണല്ലോ UDFന്റെ ഇപ്പോഴത്തെ മുഖം. KPCC പ്രസിഡന്റുണ്ട്, സീനിയർ നേതാക്കന്മാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിനെ ഡാമേജ് ചെയ്യുക, അതുവഴി UDFനെ ഡാമേജ് ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഈ ആരോപണങ്ങൾ കഴമ്പില്ല എന്നുള്ളതാണ്. ഒരു കഴമ്പുമില്ലല്ലോ. അത് വിജിലൻസ് തന്നെ കൊടുത്തേക്കുന്നല്ലയോ കഴമ്പില്ലെന്ന്. സതീശൻ്റെ അക്കൗണ്ടിലേക്കല്ല പൈസ വന്നത്. വളരെ വിചിത്രമായ വാദം. സ്വകാര്യ സന്ദർശനത്തിന് പോയി ഈ ഔദ്യോഗികമായിട്ടുള്ള പെർമിഷൻ ആവശ്യമുള്ളത് ഈ ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് ഒഫീഷ്യൽ ട്രിപ്പിന്. ഒരു MLAക്ക് ഒഫീഷ്യൽ ട്രിപ്പ് എന്നൊന്നും ഇല്ല. അയാൾ സ്വന്തമായിട്ട് വിസ എടുത്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അതായത് സ്വാഭാവികമായിട്ട് പലരെയും കണ്ടു കാണും. ഇങ്ങനൊരു പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്ത് കാണും. അതിലെന്താ അസ്വാഭാവികത? അതുപോലും അറിയാൻ വയ്യാത്തതാണോ പോലീസുകാർ? എങ്ങനെയാണ് ഔദ്യോഗിക യാത്രയാകുന്നത്? ഒരു MLA എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഔദ്യോഗിക യാത്രയാകുന്നത്? MLAമാർക്ക് സ്വകാര്യ യാത്ര മാത്രമേ ഉള്ളൂ. MLAമാരുടെ യാത്രയ്ക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യമില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യമില്ല. അത് ഒഫീഷ്യൽ അല്ലല്ലോ. അല്ലെങ്കിൽ ഡെലിഗേഷനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമ്പോഴല്ല ഒഫീഷ്യൽ സ്റ്റാറ്റസ് വരത്തുള്ളൂ. ശരിയാണ്, കൃത്യം. പക്ഷേ അതിനകത്ത് തന്നെയും അവിടെ പോയിട്ട് ഫണ്ട് സ്വരൂപിച്ചെന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തൽ. അവിടെ പോയി ചർച്ച നടത്തി. ഞാൻ ചോദിച്ചിട്ട് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ അതിൻ്റെ തലപ്പത്തുള്ളവർ നമുക്കറിയാം, പ്രത്യേകിച്ച് തുറന്നു പറയാമല്ലോ, മുസ്ലിം വിഭാഗം. അങ്ങനെയുള്ള സംഘടനകളെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുകയും ഒരു ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ പോലും നിരോധിക്കുകയും ചെയ്യുന്ന സമീപനമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. ഏത് ചാരിറ്റബിൾ ഓർഗനൈസേഷനാണല്ലോ, മൈനോറിറ്റീസ് നടത്തുന്നതിനെയാണ് ഏറ്റവും അവർ ചെയ്തിട്ടുള്ളത്, തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും ഒരു വീഴ്ച ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ എന്നേ അവരുടെ പ്രവർത്തനം നിരോധിച്ചേനെ, ക്യാൻസൽ ചെയ്തേനെ, പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ക്യാൻസൽ ചെയ്തേനെ. അത് തന്നെ എൻ്റെ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു, സെക്രട്ടറിയോ ചെയർമാനോ പറഞ്ഞ് ഇവർ 2023 റിന്യൂ ചെയ്ത് കൊടുത്തു. അന്നേരം വളരെ സുതാര്യമായതുകൊണ്ടല്ലയോ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് നോക്കുന്ന ഇതിൽ പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തത്. പിന്നെന്താണ് പ്രശ്നം? UDF ഇനിയും വിപുലീകരിക്കുമോ? കൂടുതൽ ആളുകൾ വരാൻ അതൊക്കെ പ്രതിപക്ഷ നേതാവ് സാധ്യതയുണ്ടോ അതിനകത്ത്? അല്ലല്ല, അത് അജണ്ട നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ആരെങ്കിലും അങ്ങനെ താല്പര്യത്തോടു കൂടി താല്പര്യത്തോടുകൂടി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് അജണ്ട അറിയിക്കും. അജണ്ട വെക്കുന്നതിന് ഒരിക്കൽ കേരള കോൺഗ്രസ് എം UDFന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. അവർ അകർന്നുപോയി. പക്ഷെ അവർ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുമോ? അല്ല, അവരിതുവരെ അങ്ങനെ ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടില്ല. അവർ പ്രകടിപ്പിച്ചാൽ മാത്രമല്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇല്ലാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച് UDF ഇപ്പോൾ പോയി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മധ്യ കേരളം ഇപ്പോൾ UDFന് ശക്തമാണോ? അല്ല, കേരളത്തിലുടനീളം അത് സംഭവിച്ചിരിക്കുകയല്ലേ. 540ഓളം പഞ്ചായത്തുകൾ, പണ്ട് 1000 പഞ്ചായത്ത് ഉണ്ടായിരുന്നപ്പോഴാണ് 580 വന്നത്. ഇപ്പോൾ അതിനകത്ത് ഇത് കുറഞ്ഞിട്ട് 920 സിസ്റ്റം പഞ്ചായത്തുകളിൽ 540 പഞ്ചായത്തിൽ UDFന്റെ ഭരണമുണ്ട് എന്ന് പറയുമ്പോൾ മധ്യ കേരളം മാത്രമല്ലല്ലോ, കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടില്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. കാരണം കോട്ടയം, ഇടുക്കി ജില്ലകളാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ UDFനെ കൈവിട്ടത്, കാര്യമായ ഒരു പിന്തുണ ലഭിക്കാൻ പോയത്, പ്രത്യേകിച്ചും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി. ആ ജില്ലകൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് UDFിലേക്ക് തിരിച്ചു വന്നു എന്നൊരു തോന്നലുണ്ട്. അല്ല, നിങ്ങൾ ചോദിച്ചു വന്നപ്പോഴേ ആ ചോദ്യം എന്താണെന്ന് മനസ്സിലായേണ്ട ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അവിടെ മാത്രമല്ലല്ലോ, എറണാകുളം, മലപ്പുറം, കൊല്ലം, ഇതെല്ലായിടത്തും അലയടിച്ചതല്ലേ. അന്നേരം പിന്നെ അതിൽ 1-2 ജില്ല മാത്രം എടുത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എല്ലായിടത്തും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ ഒരു എതിർശക്തിയല്ല കേരള കോൺഗ്രസ് അകന്നു നിന്നാലും UDF-ന്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, ആരെയും ഞാൻ കൊച്ചായി കാണുന്നില്ല. പക്ഷേ അവരിന്ന് LDF-ൻ്റെ ഒരു ഘടകകക്ഷിയാണ്. അവർ ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറി UDF വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അല്ലാതെ LDF-ൽ നിൽക്കുന്ന ഒരു കക്ഷിയെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ? PV അൻവർ വന്നു കഴിഞ്ഞു, അസോസിയേറ്റ് മെമ്പറായിരിക്കും. അദ്ദേഹത്തെ എന്തായാലും മത്സരരംഗത്തുണ്ടാവും. അല്ല, അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ടിയല്ലയോ? കോൺഗ്രസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരവ് എങ്ങനെ UDF-ന് സഹായകരമാകുമോ? അല്ല, അതുകൊണ്ടാണല്ലോ UDF-ൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കിയത്. സഹായകരമാകുമെന്നുള്ളതുകൊണ്ടാണല്ലോ. ദോഷകരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെമ്പറാക്കുമോ? പക്ഷെ അതിൽ കുറേ നിലപാടുകൾ അന്ന് ആദ്യഘട്ടത്തിൽ നിലമ്പൂർ ഇലക്ഷൻ സമയത്തൊക്കെ പ്രതിപക്ഷ നേതാവ് എടുത്തിരുന്നു, എങ്ങനെ നിർത്തണം, പുറത്ത് നിർത്തി മുന്നോട്ട് കൊണ്ട്. പക്ഷേ അതിനുശേഷം ഒരു തന്ത്രപരമായ നീക്കത്തിലൂടെ അദ്ദേഹത്തിനെ അസോസിയേറ്റ് മെമ്പറാക്കി. അല്ലല്ലല്ല, അതിനു മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് മെയ് മാസം ആദ്യം കൂടിയ കോഴിക്കോട് വെച്ച് കൂടിയ യോഗത്തിൽ ഇതേ തീരുമാനമെടുത്താണ്, അദ്ദേഹത്തെ അസോസിയേഷൻ മെമ്പറാക്കാൻ തീരുമാനിച്ചാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ ആരുടെ കുറ്റമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അന്ന് സാധിച്ചില്ല. ആ തീരുമാനം പിന്നീട് നടപ്പിലാക്കി. BJP എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു സാധ്യത? BJPക്ക് മങ്ങലേറ്റല്ലോ. കഴിഞ്ഞ വളരുന്ന കക്ഷി എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 4.5% വോട്ട് കുറയുകയും 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ അതിൽ നിന്നും വോട്ട് ശതമാനം കുറയുകയും ചെയ്തത് ക്ലിയർ ഇൻഡിക്കേഷൻ അല്ലേ? പിന്നെ BJP സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ ശബരിമല വിഷയം വന്നല്ലോ. 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രക്ഷോഭം നടത്തിയ BJP ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള നടത്തിയിട്ട് എന്തായാലും ഒരു പ്രക്ഷോഭവും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. അന്നേരം അവരുടെ നിലപാടുകളുടെ സംശയം ഞങ്ങൾക്ക് തോന്നി, വോട്ട് ചെയ്യുന്നവർക്കും തോന്നി. അതുകൊണ്ടാണല്ലോ വോട്ട് കുറഞ്ഞത്. ഒരു മൈനോറിറ്റിയെ കൂടെ നിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്തി കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം BJPക്ക് ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം അവർക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ BJP? ഇല്ല, അവരുടെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, റിസൾട്ട് പരിശോധിക്കുമ്പോൾ അറിയാമല്ലോ. ഇത് മനുഷ്യരായിട്ടുള്ളവർ, ഞാനതിലൊരിക്കലും ജാതിയോ മതമോ കാണുന്നില്ല. അവരെത്ര ശ്രമിച്ചാലും ഇപ്പോൾ അരമനയിൽ പോയി ക്രിസ്മസ് ദിവസം കേക്ക് കൊടുത്താൽ മാറുന്നതല്ല കേരളത്തിൻ്റെ മതേതര മനസ്സ്. ഇതെല്ലാം കേരളത്തിൽ പണ്ടേ പതിവുള്ളതാണ്. ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും ഓണം വന്നാലും അയൽവക്കത്തുള്ള ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും ഒത്തുകൂടുന്നത്. അതിൽ പുതിയൊരു രീതിയുമായി വരുമ്പോൾ അതിൻ്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫലം അവരുടെ വോട്ട് കുറയാനിടയായത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ച നയം ആ നയം വലിയ വിജയത്തിലേക്ക് വഴിവെച്ചു. ആ നയം തന്നെ ആയിരിക്കുമോ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലായാലും പ്രചരണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ UDF? ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഈ മാസം 15 പറഞ്ഞത്. ഒരു പക്ഷേ 20-25 ആയെങ്കിൽ 25 പൂർത്തീകരിക്കും. എന്നിട്ട് അതിനുശേഷം കോൺഗ്രസിൻ്റെ ആദ്യ സെറ്റിൻ സ്ഥാനാർത്ഥികളെ ഫെബ്രുവരി, ഈ മാസത്തിന് അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഞാനടക്കം വായിച്ച് കണ്ടത്. അത് ഒരു ചരിത്രപരമായ നീക്കമായിട്ട് കണ്ടേ. മത്സരിക്കും, ജയിച്ചാൽ മന്ത്രിയാകും. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കണം, ജനങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക മേഖലയിലാണ് അങ്ങേക്ക് വോട്ട് കുറഞ്ഞതും പരാജയത്തിന് കാരണമായി. ആ പ്രശ്നങ്ങൾ, ആ പ്രദേശത്തെ ആ മേഖല പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു പ്രത്യേക മേഖല എന്നുള്ളതല്ല, കേരളത്തിലുടനീളം ആഞ്ഞു വീശിയ ഒരു കൊടുങ്കാറ്റ്, അന്ന് പ്രോ LDF എന്ന ഒരു കൊടുങ്കാറ്റ്, അതിൽ എൻ്റെ പ്രതിഫലനം തന്നെയാണ് അവിടെ ഉണ്ടായത്. ഒരിക്കലും പരാജയപ്പെട്ട് കൂടാത്ത മണ്ഡലമാണെങ്കിൽ പോലും അവിടെ പോലെ അത് സ്വാധീനിച്ചു എന്നുള്ളത് വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട്. എങ്കിൽ പോലും അതുണ്ടായി. അതുകൊണ്ട് ആ ജാഗ്രതയോടുകൂടി കഴിഞ്ഞ തവണ പരാജയപ്പെടുമെന്ന് ആരും പ്രവചിച്ചില്ല, ഞാനും വിചാരിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ മുൻകൂട്ടി ഞാൻ ജയിക്കും, ഇത്ര വോട്ടിന് ജയിക്കുമെന്നൊന്നും പറയുന്നില്ല. ജനത്തിന് ആ തീരുമാനം വിടുന്നു. എന്തായാലും വലിയ തിരക്കിനിടയിൽ ഇത്രയും സമയം സഹകരിച്ചതിന് നന്ദി.